Good morning, dear students. Today we are studying about the consequences of air pollution. So in the last class we have studied about air pollution, air pollutants, gaseous pollutants. So next is consequences of air pollution. The first one, acid rain. The poisonous gases like sulfur dioxide and nitrogen oxide, that is released by the industries by burning fossil fuels, by the vehicles, etc., go to the atmosphere and pollute it. The sulfur dioxide reacts with the water vapor to form sulfuric acid, and the nitrogen oxide reacts with the water vapor to form nitric acid. These acids get dissolved with the rainwater and fall to earth in the form of acid rain. ആസിഡ് റെയിൻ ഉണ്ടാകുന്നതിന് കാരണം ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആണ്. ഗേഷ്യസ് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്. ആൻഡ് ദീസ് oxides are formed by the incomplete burning of fossil fuels like petroleum and diesel. പെട്രോളിയം ഡീസൽ പോലുള്ള ഫോസിൽ ഫ്യൂൽസുകൾ കത്തുമ്പോഴുണ്ടാകുന്നതാണ് ഗേഷ്യസ് പൊല്യൂട്ടൻസ്, അതായത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും. നമ്മൾ വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ തെർമൽ പവർ പ്ലാന്റ്സുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂൽസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോസിൽ ഫ്യൂൽസുകൾ കത്തുമ്പോഴാണ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗേഷ്യസ് പൊല്യൂട്ടൻസ് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്ത് അതിൻ്റെ റെസ്പെക്റ്റീവ് ആസിഡ്സുകളായിട്ട് മാറുന്നു. സൾഫർ ഡയോക്സൈഡ് വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡായിട്ടും, നൈട്രജൻ ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം നൈട്രിക് ആസിഡ്. എന്നിട്ട് ഈ ആസിഡുകൾ എന്ത് ചെയ്യുന്നു? മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിനോടൊപ്പം എവിടെ വരുന്നു? ഭൂമിയിലേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് റെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആസിഡ് റെയിനിന് കാരണം ഈ ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആണ്. അപ്പം ഗേഷ്യസ് പൊല്യൂട്ടൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ബൈ ദ പാർഷ്യൽ ബേണിംഗ് ഓർ ദ ഇൻകംപ്ലീറ്റ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് പെട്രോളിയം ആൻഡ് ഡീസൽ. ആസിഡ് റെയിൻ. ദെൻ ഇഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. ആസിഡ് റെയിനിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡാമേജ് ദ ലീവ്സ് ആൻഡ് റൂട്ട്സ്, ട്രീസ് ഗെറ്റ് വീക്കൻഡ് ആൻഡ് ഈറ്റൺ ബൈ ദ ഇൻസെക്റ്റ്. അപ്പം ഈ അമ്മളമഴ, മലയാളത്തിൽ അമ്മളമഴ എന്ന് പറയും. അമ്മളം എന്ന് പറയുന്നത് ആസിഡ്. അമ്മളമഴ പെയ്യുമ്പോൾ ഇലകളിലൊക്കെ വീണിട്ട് ഇലകളെല്ലാം കേടായിപ്പോവും. പെട്ടെന്ന് തന്നെ അത് ഇൻസെക്റ്റുകളൊക്കെ തിന്ന് ആ ഒരു വെജിറ്റേഷൻ തന്നെ അവിടെ ഇല്ലാതെ ആകും. Then many famous buildings are being damaged. For example, താജ്മഹൽ. താജ്മഹലാണ് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. The Taj Mahal at Agra near Delhi is a beautiful historical monument made of pure white marble. The experts have warned that the air pollution around the Taj Mahal area is discoloring its white marble and also corroding it slowly. This process a threat to the beauty of Taj Mahal. The acid present in the rain react with the white marble and corrode it slowly. അപ്പം ഈ താജ്മഹലിൽ ആസിഡ് റെയിനിൻ്റെ ഇഫക്റ്റ് കൊണ്ട് താജ്മഹലിലെല്ലാം ചെറിയ ചെറിയ വെള്ളപ്പാടുകൾ ഇങ്ങനെ വീണിട്ടുണ്ട്. പാട് വീഴാൻ കാരണം ഈ അമ്മളമഴ, ഈ ആസിഡ് റെയിൻ വന്നുണ്ടായിട്ട് അത് മാർബിൾ പൊടിഞ്ഞ് അതിലിങ്ങനെ പാച്ച് വർക്ക് പോലെ ഇങ്ങനെ പാച്ചസുകൾ കാണപ്പെടുന്നു. അതിന് പറയുന്ന പേര് മാർബിൾ ക്യാൻസർ എന്നാണ്. മാർബിൾ ക്യാൻസർ. അപ്പോൾ മാർബിൾ ക്യാൻസറിന് കാരണം എന്താണ്? ആസിഡ് റെയിനാണ്. അപ്പോൾ മാർബിൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആസിഡ് റെയിൻ മൂലം അതിൻ്റെ വൈറ്റ് മാർബിൾ കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ താജ്മഹലിൽ വൈറ്റ് മാർബിളിലെല്ലാം അതിന് ഡിസ്കളറേഷൻ സംഭവിച്ചു. അതുപോലെ തന്നെ അതിന് കൊറോഷൻ സംഭവിച്ചിട്ട് അതിൽ ചെറിയ 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 പാടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർബിൾ ക്യാൻസർ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ദെൻ നെക്സ്റ്റ് അനദർ ഇഫക്റ്റ് ആണ് ക്ലോറോഫ്ലൂറോ കാർബൺ, CFCs. ഇപ്പോൾ CFCs എന്ന് പറഞ്ഞാൽ ക്ലോറോഫ്ലൂറോ കാർബൺ ഈസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് കണ്ടെയ്ൻസ് ഒളി കാർബൺ, ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ, പ്രൊഡ്യൂസ്ഡ് ആസ് എ വോളറ്റൈൽ ഡെറിവേറ്റീവ് ഓഫ് മീഥെയിൻ, ഈഥെയിൻ ആൻഡ് പ്രൊപ്പൈൻ. അപ്പോൾ മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പൈൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഫസ്റ്റ് സെൻറ്റൻസ് പഠിച്ചാൽ മതി. ക്ലോറോഫ്ലൂറോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് CFCs. ക്ലോറിനും
ഫ്ലൂറിനും കാർബണും കൂടെ ചേരുന്ന ഒരു കോമ്പൗണ്ടാണ്. ദ ക്ലോറോഫ്ലൂറോകാർബൺസ് ആർ മാൻമെയ്ഡ് കെമിക്കൽസ് ദാറ്റ് എക്സിറ്റ് ആസ് ഗ്യാസസ് ഓർ ലിക്വിഡ്സ്. അപ്പോൾ CFCs എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് കെമിക്കൽസുകളാണ്. നമ്മൾ റെഫ്രിജറേറ്ററുകളിലും AC-യിലും എയറോസോൾ സ്പ്രേസിലും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസുകളിലെല്ലാം ധാരാളം CFCs ഉണ്ട്. അപ്പോൾ ഈ CFCs പുറത്തേക്ക് വന്നിട്ട് ഈ CFCയുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അത് സ്ട്രാറ്റോസ്ഫിയറിൽ നമുക്ക് ഓസോണിൻ്റെ ഒരു പാളിയുണ്ട്. ഓസോൺ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഒരു കുടയാണ്, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത്. ഭൂമിക്ക് നമ്മൾ കുട പിടിക്കുന്ന സാധാരണ എന്തിനാ? വെയിൽ കൊള്ളാതിരിക്കാനും മഴ പെയ്യുമ്പം മഴ നനയാതിരിക്കാനുമാണ് നമ്മൾ കുട പിടിക്കുന്നത്. അതേപോലെ ഭൂമിയുടെ കുടയാണ് ഓസോൺ. അപ്പോൾ ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ 3 ഓക്സിജൻ ആറ്റം ചേരുന്നതാണ്. O+O+O3 3 ഓക്സിജൻ ആറ്റം ചേരുന്നതാണ് ഓസോൺ. അപ്പോൾ ഈ ഓസോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഹാംഫുൾ റേഡിയേഷൻസ് ഫ്രം ദ സൺ. ഇപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് പോലുള്ള ഹാംഫുൾ റേഡിയേഷൻസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഓസോണാണ്. പക്ഷേ ഈ CFCs എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? CFC ഈ ഓസോണിലെല്ലാം ഹോൾസ് ഉണ്ടാക്കും, അല്ലേ? ഹോള് വീണിട്ട് അതിനെയാണ് നമ്മൾ ഓസോൺ ഡെപ്ലീഷൻ എന്ന് പറയും. അപ്പോൾ ഹോള് വീഴും. അപ്പം നമുക്കറിയാം, നമ്മൾ പിടിക്കുന്ന മഴയത്ത്, ഇപ്പം മഴയത്ത് നമ്മളൊരു കുട നിവർത്തും, ആ കുടയിലെല്ലാം ഹോളാന്ന് വെക്കുക, അല്ലേ? കിഴുത്ത വീണ കുട, അപ്പം നിറച്ച് ഹോളാണ്. അപ്പോൾ കുട പിടിച്ചാൽ വല്ല ഗുണമുണ്ടോ? വെള്ളമെല്ലാം നമ്മുടെ ദേഹത്ത് വീഴും. അപ്പോൾ അതേപോലെ ഓസോണിൽ ഹോൾ ഉണ്ടാക്കുന്നത് ഈ CFCs ആണ്. അപ്പോൾ CFCs ആർ റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ഡിപ്ലീഷൻ. ദെൻ അനദർ ഇഫക്റ്റാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നമ്മൾ ഈ വർഷം തന്നെ മറ്റേ ചാപ്റ്ററിൽ പഠിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അല്ലേ? ഡീഫോറസ്റ്റേഷൻ മൂലം ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ട്രാപ്പ് ദ എസ്കേപ്പിംഗ് ലൈറ്റ് എനർജി. ആസ് എ റിസൾട്ട് ദ ആവറേജ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അലൗസ് ദ ഹീറ്റ് റേസ് ഓഫ് ദ സൺ ടു pass through it, reach the earth, but prevents the heat rays reflected from earth's surface and its object from passing out of the atmosphere into space. In this way the heat rays remain trapped in the earth's atmosphere and warm it up. The warming up of the earth atmosphere due to the trapping of the heat rays by carbon dioxide gas in the atmosphere is called greenhouse effect. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അപ്പം നമുക്കറിയാം 1% ലൈറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഫോർ ഫോട്ടോസിന്തസിസ്. ദ റിമൈനിങ് ലൈറ്റ് എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സ്പേസ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? അങ്ങനെ തിരിച്ചു പോകുന്ന ലൈറ്റ് റേസിനെ എന്ത് ചെയ്യും? ഇവിടെ തന്നെ ട്രാപ്പ് ചെയ്യും. ദെയർ ബൈ ദ ആവറേജ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. Then how can we control air pollution? The air pollution can be controlled by using smokeless fuels like LPG, PNG. LPG നിങ്ങൾക്കറിയാം, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നമ്മൾ വീട്ടിൽ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി ഗ്യാസ് ഈ സിലിണ്ടറിലുള്ളത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. അതുപോലെ തന്നെ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇപ്പം എറണാകുളത്തൊക്കെ പൈപ്പ് ലൈൻസ് വഴി ഗ്യാസ് കണക്ഷൻ വന്നു. സിലിണ്ടറിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് സിലിണ്ടർ അവിടെ എന്താണ് പൈപ്പ് കണക്ഷൻ കൂടി ഗ്യാസ് അടുക്കളയിലേക്ക് കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലരെങ്കിലും കണ്ടു കാണും. സോളാർ വാട്ടർ ഹീറ്റർ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ടു ഒബ്റ്റെയിൻ ഹോട്ട് വാട്ടർ. The air pollution from motor vehicles can be reduced by using CNG. ഇപ്പോൾ മോട്ടോർ വെഹിക്കിളിൽ നമ്മൾ പെട്രോളിയം ഡീസലും ഉപയോഗിക്കുന്നതിന് പകരം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് താജ്മഹലിൻ്റെ പരിസരത്ത് ഉള്ള താജ്മഹലിന് ചുറ്റളവിൽ കൂടി കടന്നു പോകുന്ന വാഹനങ്ങൾ CNG ഉപയോഗിച്ചുള്ള വാഹനങ്ങളാണ്. അതുപോലെ തന്നെ അൺലെഡഡ് പെട്രോൾ, ലെഡ് ഉള്ള പെട്രോൾ പൊല്യൂഷൻ കൂട്ടും. അതേസമയം അൺലെഡഡ് പെട്രോൾ എന്ന് പറയുമ്പം അത് പൊല്യൂഷൻ്റെ റേറ്റ് അതിനകത്തിൽ കുറവായിരിക്കും. അപ്പോൾ അൺലെഡഡ് പെട്രോളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ഫ്രം ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, തെർമൽ പവർ സ്റ്റേഷൻസ്, ഓയിൽ റിഫൈനറീസ് എക്സെട്ര ക്യാൻ ബി കൺട്രോൾഡ് ബൈ വാഷിംഗ് ദെയർ സ്മോക്ക് ആൻഡ് വേസ്റ്റ് ഗ്യാസ് വിത്ത് ജെറ്റ്സ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടറികളിൽ നിന്നും, ഇൻഡസ്ട്രീസിൽ നിന്നും, തെർമൽ പവർ സ്റ്റേഷൻസിൽ നിന്നും, ഓയിൽ റിഫൈനറികളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് ഇതിനെ വിടുന്നതിന് മുമ്പ് വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് അതിനെ ലെസ് പൊല്യൂട്ടൻ്റ് ആക്കിയിട്ട് മാത്രം പുറത്തേക്ക് കളയുന്നു. എയർ പൊല്യൂഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് നോൺ പൊല്യൂട്ടിംഗ് സോഴ്സസ് ഓഫ് എനർജി ലൈക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ എനർജി ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി.
അപ്പം തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഒരുപാട് അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ റേറ്റ് കൂടുതലാണ്. അപ്പം അതിന് പകരം പൊല്യൂഷൻ റേറ്റ് കുറഞ്ഞ സോഴ്സസ് ഓഫ് എനർജിയിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് സോളാർ എനർജി, വിൻഡ് എനർജി ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. അപ്പോൾ അവിടെയൊക്കെ പൊല്യൂഷൻ റേറ്റ് വളരെ കുറവാണ്. ദെൻ അവർ റോൾ ഇൻ കൺട്രോളിങ് എയർ പൊല്യൂഷൻ എന്തൊക്കെയാണ്? വി ഷുഡ് നോട്ട് ബേൺ ഡ്രൈ ലീവ്സ്, പേപ്പേഴ്സ് ആൻഡ് ഗാർബേജ് ഇൻ ദ ഓപ്പൺ അല്ലേ. അപ്പോൾ നമുക്ക് വീടുകളിൽ പോലും നമുക്കുള്ള ഒരു രീതിയാണ് നമ്മൾ കരിയില ഇല എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും കത്തിക്കാൻ പാടില്ല. അതൊക്കെ എയർ പൊല്യൂഷന് കാരണമാകും. അതുകൊണ്ട് വി ഷുഡ് സേവ് ഇലക്ട്രിസിറ്റി അല്ലേ. ഇപ്പോൾ വെറുതെ കിടക്കുന്ന ഫാനും ലൈറ്റും ഒക്കെ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. ഇലക്ട്രിസിറ്റി സേവ് ചെയ്യണം. വി ഷുഡ് ഗ്രോ മോർ ട്രീസ് അല്ലേ. അപ്പോൾ പൊല്യൂഷൻ റേറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. വി ഷുഡ് യൂട്ടിലൈസ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ മേക്കിംഗ് യൂസ്ഫുൾ മെറ്റീരിയൽസ്. അപ്പോൾ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കാതെ അത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസുകളായിട്ട് അതിനെ റീയൂസ് ചെയ്തെടുക്കുക. വി ഷുഡ് യൂസ് ബൈസിക്കിൾ ഫോർ കവറിങ് ഷോർട്ട് ഡിസ്റ്റൻസസ് അല്ലേ. നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിൽ നടന്നു പോവുക, അല്ലെങ്കിൽ അതിൽ കുറച്ച് ദൂരമാണെങ്കിൽ 2 വീലറും ഒന്നും ഉപയോഗിക്കാതെ സൈക്കിളിൽ പോവുക. അപ്പോൾ സൈക്കിളാകുമ്പോൾ നമുക്ക് പെട്രോളും ഡീസലും ഒന്നും ഉപയോഗിക്കേണ്ട. വി ഷുഡ് യൂസ് 4 Rs. 3 Rs നിങ്ങൾ പഠിച്ചിട്ടുണ്ട്: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഒരു R കൂടെ ഇവിടെ പറയുന്നു, റിക്കവർ. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂഷനാണ്. വാട്ടർ പൊല്യൂഷന് കാരണം അറിയാമല്ലോ. മോസ്റ്റ് ഓഫ് ദ വാട്ടർ വി യൂസ് കംസ് ഫ്രം ദ റിവേഴ്സ് ആൻഡ് ലേക്സ്. എവറി ഡേ മെനി അൺവാണ്ടഡ് ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ആർ ത്രോൺ ഇൻ ടു ദ റിവേഴ്സ് ഓർ ലേക്സ് അല്ലേ. നമ്മൾ ആവശ്യമുള്ള നമ്മുടെ വേസ്റ്റ്, ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങളെല്ലാം നമ്മൾ വലിച്ചെറിയുന്നു. എവിടെ? ഈ ജലാശയങ്ങളിലേക്ക് വലിച്ച് എറിയുന്നു. ദിസ് മേക്സ് ദ വാട്ടർ ഓഫ് ദ റിവേഴ്സ് ആൻഡ് ലേക്ക് ഇംപ്യൂർ. അതെന്ത് ചെയ്യുന്നു? വെള്ളത്തെ അശുദ്ധമാക്കുന്നു. ആൻഡ് വി സേ ദാറ്റ് ദ വാട്ടർ ഹാസ് been polluted. The contaminated of water of rivers, lakes and ponds etc. with the unwanted and harmful substance is called water pollution. അങ്ങനെ അൺവാണ്ടഡ് സബ്സ്റ്റൻസുകൾ കൊണ്ട് വെള്ളം എന്ത് ചെയ്യുന്നു? കണ്ടാമിനേറ്റഡ് ആകുന്നു. ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ ഈസ് സെഡ് ടു ബി പൊല്യൂട്ടഡ് വെൻ ഇറ്റ് ബിക്കംസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ഓർ ബാത്തിങ്. നമ്മൾ എപ്പോഴാണ് വാട്ടർ പൊല്യൂട്ടഡ് ആണെന്ന് പറയുന്നത്? അത് നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കുളിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ആ വാട്ടർ അശുദ്ധമാകുമ്പോഴാണ് നമ്മളതിനെ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുന്നത്. ദ അൺവാണ്ടഡ് ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസസ് വിച്ച് മേക്സ് ദ വാട്ടർ ഇംപ്യൂർ ആർ കോൾഡ് വാട്ടർ പൊല്യൂട്ടൻസ്. വാട്ടർ പൊല്യൂഷന് കാരണം ആരാണോ ആ വാട്ടർ പൊല്യൂഷന് കാരണക്കാരായിട്ടുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ എന്ത് വിളിക്കും? വാട്ടർ പൊല്യൂട്ടൻസ്. ഇൻ അതർ വേർഡ്സ്, ദ സബ്സ്റ്റൻസസ് വിച്ച് പൊല്യൂട്ട് വാട്ടർ ആർ കോൾഡ് വാട്ടർ പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസ് make the water impure. The major pollutants which cause water pollution are sewage, fertilizers, pesticides and industrial waste. So what are the major pollutants? Water pollutants, sewage. ഇപ്പോൾ സീവേജുകൾ നമ്മൾ ഒഴുക്കി സീവേജുകൾ ചെന്ന് ചേരുന്ന വാട്ടർ ബോഡീസിലാണ്. ഫെർട്ടിലൈസർ നമ്മളിപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സുകളൊക്കെ മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളത്തിലൂടെ ഒലിച്ച് എവിടെ ചെന്ന് ചെല്ലും? വാട്ടർ ബോഡീസിൽ ചെല്ലും. അതങ്ങനെ അവിടെ അതിനെ കണ്ടാമിനേറ്റഡ് ആക്കും. പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ്സ്, ഇതെല്ലാം നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന ഈ കെമിക്കൽസുകളെല്ലാം വാട്ടർ ബോഡീസിനെ പൊല്യൂട്ടഡ് ആക്കുന്നു. ഓൾ ദീസ് വാട്ടർ പൊല്യൂട്ടൻസ് ആർ ഹാംഫുൾ ആൻഡ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സം പൊല്യൂട്ടൻസ് ക്യാൻ ഈവൻ കോസ് ഡെത്ത്. ഹോട്ട് വാട്ടർ ഫ്രം പവർ പ്ലാന്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓൾസോ കൺസിഡേർഡ് എ പൊല്യൂട്ടൻ. ഇനി ഇൻഡസ്ട്രീസിൽ തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നും പുറത്തേക്ക് വിടുന്ന ഹോട്ട് വാട്ടർ അതും അക്വാട്ടിക് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും നശിപ്പിക്കുന്നു. This because when the very hot water coming from power plant and industries is discharged into a river or lake, it raises the temperature of the river water. അല്ലേ? ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ്സുകളിൽ നിന്നും ഹോട്ട് വാട്ടറിനെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുമ്പോൾ, നദികളിലേക്കൊക്കെ ഒഴുക്കി വിടുമ്പോൾ ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടും. ആ ടെമ്പറേച്ചറിൽ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ വരികയും അത് അവരുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. The rise in the temperature of the river water has an adverse effect on the animals and plants living on it. Then causes of water pollution. Toxic substances dissolve in water or gets deposited on the bed. Toxic substances enter lakes, rivers, streams, etc. Pollutants go down into the ground.
അല്ലേ. അപ്പോൾ ഈ പൊല്യൂട്ടൻസുകളെല്ലാം റിവർ ബെഡിലോ അല്ലെങ്കിൽ ലേക്ക് ബെഡിലോ അതിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ അടിയും. അത് അക്വാട്ടിക് ലൈഫിനെ ബാധിക്കും, പ്ലാന്റ്സിനെയും ആനിമൽസിൻ്റെയും നാശത്തിന് കാരണമാകും. എന്നിട്ടത് ഗ്രൗണ്ട് വാട്ടറിലും എത്തിച്ചേരും. ദെൻ വാട്ട് ആർ ദ സോഴ്സസ്? സിറ്റി സീവേജ്, അല്ലേ, ഓടകൾ, അല്ലേ, സീവേജ്. നമുക്കറിയാം സിറ്റിയിൽ നിന്നുള്ള സീവേജുകളെല്ലാം അവസാനിക്കുന്നത് നദികളിലാണ്. ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസും റിവർ ബാങ്കുകളിലാണ്. അപ്പം ആ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവനും നദികളിലേക്ക് ഒഴുക്കി വിടുന്നു. അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന മഴവെള്ളത്തിലൂടെ ഒഴുകി ചെല്ലുന്ന കെമിക്കൽസുകളെല്ലാം ഈ അക്വാട്ടിക് ലൈഫിനെ ബാധിക്കും. അവിടെ ചെന്നിട്ട് കെമിക്കൽസുകൾ അക്വാട്ടിക് പ്ലാന്റ്സൊക്കെ തടിച്ചങ്ങ് വളരും. അപ്പം പിന്നെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജന് ആ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതായത് ജലാശയത്തിൻ്റെ മുകൾ ഭാഗം മുഴുവനും അക്വാട്ടിക് പ്ലാന്റ്സുകളെ കൊണ്ട് അങ്ങ് നിറയും, അല്ലേ. അപ്പം നിറഞ്ഞു കഴിയുമ്പോൾ ഓക്സിജൻ ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്തുള്ള ആനിമൽസൊക്കെ എന്ത് ചെയ്യും? ഓക്സിജൻ ഡെഫിഷ്യൻസി മൂലം അവർ ഇല്ലാതെ ആകും. അപ്പം ഈ ചാപ്റ്റർ ഇവിടെ വരെയുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേസ് സ്റ്റഡി ആയിട്ട് ഗംഗാ ആക്ഷൻ പ്ലാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, സ്മോഗ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ. അതേപോലെ തന്നെ കോളിഫോം ബാക്ടീരിയ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് കോളിഫോം ബാക്ടീരിയ. അപ്പോൾ ഈ കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ വിസർജ്യത്തിൽ കൂടി, അതായത് മനുഷ്യൻ്റെ മലത്തിൽ കൂടിയാണ് ഇത് വെള്ളത്തിൽ കലരുന്നത്. അപ്പം ഗംഗാ ആക്ഷൻ പ്ലാൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് എ പ്രോഗ്രാം ടു പ്രൊട്ടക്ട് റിവർ ഗംഗ ഫ്രം പൊല്യൂഷൻ ഈസ് കോൾഡ് ഗംഗാ ആക്ഷൻ പ്ലാൻ. അതായത് ഹിമാലയത്തിലെ ഗംഗോത്രിയിൽ നിന്നുമാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഗംഗ ഉത്ഭവ സ്ഥലങ്ങളിലൊക്കെ വളരെ ശുദ്ധമാണ്, പരിശുദ്ധമാണ്, പുണ്യനദിയാണ്, ഹിന്ദുക്കളെ സംബന്ധിച്ച് പുണ്യനദിയാണ്. അപ്പം അതേസമയം ഗംഗ പിന്നീട് സിറ്റികളിൽ കൂടി ഒഴുകുമ്പോൾ ഗംഗയിലെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ വേസ്റ്റും മനുഷ്യൻ്റെ എക്സ്ക്രീറ്റായും എല്ലാം, അതായത് പകുതി വെന്ത മൃതശരീരങ്ങൾ പോലും ഗംഗയിൽ ഒഴുകി നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ റിവർ ഗംഗയെ പ്രൊട്ടക്റ്റ് ചെയ്യാനെ കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് ഗംഗാ ആക്ഷൻ പ്ലാൻ. നമുക്കറിയാം ശബരിമല സീസൺ ആകുമ്പോൾ, ഇപ്പോൾ ഈ വർഷം കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നിലവിലുള്ളതുകൊണ്ട് തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ പേപ്പറിലൊക്കെ നമുക്ക് വായിക്കും, പമ്പയിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുന്നു. അതായത് മനുഷ്യരെല്ലാം വന്ന് മനുഷ്യൻ്റെ വിസർജ്യം കലർന്നിട്ടാണ്. അതായത് കോളിഫോം ബാക്ടീരിയ, പ്രസൻസ് ഓഫ് കോളിഫോം ബാക്ടീരിയ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വാട്ടർ ഈസ് ഹൈലി പൊല്യൂട്ടഡ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ വരെ ഉള്ളൂ. അപ്പം ഇത് സ്ലൈഡ് നോക്കി ആരും നോട്ട് എഴുതണ്ട. നോട്ട്സ് ഞാൻ ക്ലാസ് റൂമിലിടും. അതേപോലെ തന്നെ നമ്മുടെ റിവിഷൻ നെക്സ്റ്റ് ഫ്രൈഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞാൽ വർക്ക്ഷീറ്റ് ഞാൻ ക്ലാസ് റൂമിലിടും. വർക്ക്ഷീറ്റ് നിങ്ങൾ ആൻസർ എഴുതി വാട്സാപ്പിൽ അയക്കണം. അത് ഞാൻ പിന്നെ ലൈവ് വന്നിട്ട് ആ വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ബൈ.